തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുകയാണ്. സമീപ നാളുകളിൽ മാത്രം കടിയേറ്റവരുടെയും കടിയേൽക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരുടെയും എണ്ണം വളരെയധികമാണ്. അതുകൊണ്ട് ഡൽഹിയിലെ തെരുവുനായ്ക്കളെ മുഴുവൻ പ്രത്യേക ഷെൽട്ടറുകൾ ഉണ്ടാക്കി മാറ്റണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം സംസ്ഥാനത്തും സജീവ ചർച്ചയായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ABC സെൻ്ററുകൾ പ്രവർത്തിക്കുന്ന ജില്ലകളുണ്ട്. ABC സെൻ്ററുകൾ ഒന്നുപോലുമില്ലാത്ത ജില്ലകളുമുണ്ട്. ABC സെൻ്ററുകൾ ഉണ്ടെങ്കിലും തെരുവുനായ ശല്യം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം. പിടികൂടുന്ന നായ്ക്കളെ ABC സെൻ്ററുകളിൽ എത്തിച്ച് വന്ധ്യംകരിച്ച് അതേ സ്ഥലത്ത് തുറന്നു വിടുന്നതാണ് നിലവിലുള്ള രീതി. അതുകൊണ്ട് ആ മേഖലയിൽ വീണ്ടും നായ്ക്കൾ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് ABC സെൻ്റർ അല്ലാതെ മറ്റ് മാർഗം വേണമെന്ന ആവശ്യമാണ് ജനങ്ങൾക്കുള്ളത്. ജില്ലകൾ ഓരോന്നും തിരിച്ച് പരിശോധിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം കഴിഞ്ഞ 3 ദിവസത്തിനിടെ 20-ലധികം പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. അത് വാണിമേൽ, വളയം പഞ്ചായത്തുകളിലാണ്. ഒരേ നായ തന്നെയാണ് മേഖലയിലൂടെ ഓടി നടന്ന് ആളുകളെ കടിച്ചത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വിദ്യാർത്ഥിക്ക് പുറകെ നായയെ ഓടി. ഈ പറഞ്ഞത് ചുരുക്കം ഉദാഹരണങ്ങളാണ്. ഇതേ അവസ്ഥ തന്നെയാണ് എല്ലാ ജില്ലകളിലും ഉള്ളത്. ABC കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മാത്രം തെരുവുനായ ശല്യം പരിഹരിക്കാൻ കഴിയില്ല എന്ന് മന്ത്രി MP രാജേഷ് നേരത്തെ പറഞ്ഞതാണ്. അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി എന്താണ് മാർഗം എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്.